തൃശ്ശൂരിൽ നിന്നും മധുര വഴി പാമ്പൻ പാലത്തിലൂടെ വൈകിട്ട് 6 മണിക്ക് രാമേശ്വരത്തെത്തിയ ഞാൻ ശ്രീ അരുൾമികു രാമനാഥ സ്വാമി ക്ഷേത്രത്തിനടുത്തായി മുറിയെടുത്തു. 24 മണിക്കൂർ താമസത്തിന് AC ഉൾപ്പെടെയുള്ള ഈ മുറിക്ക് 2000 രൂപയാണ് ഞാൻ നൽകിയത്. ഒരു ദിവസം മുഴുവൻ യാത്രയിലായിരുന്നതിനാൽ ക്ഷീണമുണ്ടായിരുന്നുകൊണ്ട് കൂടുതൽ വിലപേശാനോ വിലക്കുറവുള്ള മുറി അന്വേഷിച്ചു പോകുവാനോ ഞാൻ ശ്രമിച്ചില്ല. രാമേശ്വരം യാത്രയുടെ 2ാം ദിനമായ ഇന്ന് ഞാൻ താമസിച്ച ഹോട്ടലിന് മുൻപിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ധനുഷ്കോടിക്ക് പോകുന്ന ബസ്സിനായി തൊട്ടടുത്തുള്ള നാൽക്കവലയിലേക്ക് നടന്നു. കുറേ നേരം ബസ്സിനായി കാത്തുനിന്നെങ്കിലും ബസ് വരാത്തതിനാൽ ഞാൻ ഒരു ഷെയർ ഓട്ടോയിൽ ധനുഷ്കോടിയിലേക്ക് യാത്രയായി. ഡ്രൈവറും ഞാനും ഉൾപ്പെടെ 9 പേരുണ്ടായിരുന്ന ഈ ഓട്ടോയിൽ രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്ക് കൊണ്ടുപോയി ധനുഷ്കോടിയിലെ പ്രധാന 4 സ്ഥലങ്ങൾ കാണിച്ച് തിരിച്ചു രാമേശ്വരത്ത് എത്തിക്കുന്നതിനായി 200 രൂപയാണ് ഒരാൾക്ക് അവർ ഈടാക്കുന്നത്. ധനുഷ്കോടിയിലെ രാമസേതുവിലേക്കുള്ള ഈ യാത്രയിൽ ഓട്ടോ ഇപ്പോൾ ധനുഷ്കോടിയിലെ ആദ്യത്തെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇതാണ് ശ്രീ കോദണ്ഡരാമസ്വാമി ക്ഷേത്രം. ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം രാവണവധത്തിന് ശേഷം ശ്രീരാമൻ വിഭീഷണനെ ലങ്കാധിപതിയായി പട്ടാഭിഷേകം നടത്തിയ സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഐതിഹ്യം. 500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണെന്ന് കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം 1964 ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞ ചുഴലിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു ചരിത്ര നിർമ്മിതിയാണ്. അങ്ങനെ ശ്രീ കോദണ്ഡരാമസ്വാമി ക്ഷേത്രം കണ്ടതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. ഇതാണ് രാമസേതുവെന്നും അരിച്ചൽ മുനയുമെന്നറിയപ്പെടുന്ന പാമ്പൻ ദ്വീപിന്റെ കിഴക്കേ അറ്റം. ഇവിടേക്ക് രാമേശ്വരത്ത് നിന്നും ഏകദേശം 24 കിലോമീറ്റർ ദൂരമുണ്ട്. ലക്ഷദ്വീപ് കടലും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്നവിടെ വെയിലിന് കാഠിന്യമുണ്ടെങ്കിലും കടലിൽ നിന്നും കാറ്റ് വീശുന്നതുകൊണ്ട് ചൂട് താരതമ്യേന കുറവാണ്. അരിച്ചൽ മുനയിലെ കാഴ്ചകൾ കണ്ട ശേഷം ഞാൻ വന്ന ഓട്ടോ വിട്ട് എനിക്ക് കാണേണ്ട അടുത്ത സ്ഥലമായ ധനുഷ്കോടി ലൈറ്റ് ഹൗസിലേക്ക് കാഴ്ചകൾ കണ്ടു നടക്കാൻ തീരുമാനിച്ചു. പട്രോളിംഗ്, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവയുൾപ്പെടെയുള്ള വിവിധ സമുദ്ര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഹോവർ ക്രാഫ്റ്റാണ് ആ കാണുന്നത്. ഏകദേശം 1 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ എൻ്റെ തീരുമാനം ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി.
ചൂട് കാരണം റോഡിലെ ടാറിൽ എന്റെ ഷൂ ഒട്ടിപ്പിടിക്കുന്നതായി അനുഭവപ്പെട്ടു. മാത്രമല്ല ചൂട് കാരണം ക്ഷീണം അനുഭവപ്പെട്ടതിനാൽ അരിച്ചൽ മുനയിൽ നിന്നും വന്നിരുന്ന ഒരു ഓട്ടോ പിടിച്ച് ലൈറ്റ് ഹൗസിലെത്തി. ധനുഷ്കോടിയിലെ പഴയ റെയിൽവേ സ്റ്റേഷനും പള്ളിക്കും സമീപമായി 2022 മെയ് 14 കമ്മീഷൻ ചെയ്ത ഈ ധനുഷ്കോടി ലൈറ്റ് ഹൗസിന്റെ 360 ഡിഗ്രി വ്യൂ ഉള്ള സന്ദർശന ഗാലറിയിൽ പ്രവേശിക്കുന്നതിന് 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. മാത്രമല്ല ലൈറ്റ് ഹൗസിൽ 15 മിനിറ്റും ഗാലറിയിൽ 5 മിനിറ്റും മാത്രമേ ചിലവഴിക്കാൻ അനുവാദമുള്ളൂ. 7 കോടിയിലധികം നിർമ്മാണ ചെലവ് വന്നിട്ടുള്ള 49 മീറ്റർ ഉയരത്തിൽ 12 നിലകളായി അഷ്ടഭുജ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ലൈറ്റ് ഹൗസിന്റെ 11ാമത്തെ നിലയിലാണ് ഗാലറി ഉള്ളത്. അങ്ങനെ ലൈറ്റ് ഹൗസ് കണ്ടതിന് ശേഷം തൊട്ടടുത്തുള്ള പഴയ പള്ളിയിലെത്തി. 1964 ഡിസംബർ 22 1800 പേരുടെ ജീവൻ അപഹരിച്ച് ധനുഷ്കോടി രാമേശ്വരം ചുഴലിക്കാറ്റിൽ തകർന്ന ഈ പള്ളി 19ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും ഒരു കാലത്ത് ധനുഷ്കോടിയിലെ ഊർജ്ജസ്വലമായ ഒരു മത്സ്യബന്ധന സമൂഹത്തിന്റെ ഹൃദയവുമായിരുന്നു. പള്ളിക്ക് പുറമെ ധനുഷ്കോടിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു സ്മാരകമാണ് ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ. 2 പ്ലാറ്റ്ഫോമുകളും 3 ട്രാക്കുകളും ഉണ്ടായിരുന്നതും 60 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിനെയും അതിലെ 200ഓളം യാത്രക്കാരെയും കാത്തുനിന്നിരുന്ന ഈ റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പോൾ അവശേഷിക്കുന്നത് ഇവ മാത്രമാണ്. പള്ളിക്കും റെയിൽവേ സ്റ്റേഷനും പുറമെ 1964 ചുഴലിക്കാറ്റിൽ തകർക്കപ്പെട്ട ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു മെഡിക്കൽ കോളേജ്, ഒരു രാമക്ഷേത്രം എന്നിവയുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാം. അങ്ങനെ ധനുഷ്കോടിയിലെ കാഴ്ചകൾ കണ്ട് ഞാൻ തിരികെ രാമേശ്വരത്തേക്ക് യാത്രയായി. ധനുഷ്കോടി ലൈറ്റ് ഹൗസ് ബസ് സ്റ്റോപ്പിൽ നിന്നും രാമേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള ബസ് ടിക്കറ്റ് നിരക്ക് 30 രൂപയാണ്. ഇതാണ് ശ്രീ അരുൾമികു രാമനാഥസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ പ്രവേശന ഗോപുരം. ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ, ഫോൺ എന്നിവ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതിനാൽ ഞാൻ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചില്ല. ക്ഷേത്രത്തിനടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് നടന്നു. ഇതാണ് ഹൗസ് ഓഫ് കലാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ബാല്യകാല വസതി നിലനിന്നിരുന്നിടത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബ വസതിയാണിത്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 600 മീറ്റർ ദൂരെയുള്ള മോസ്ക് സ്ട്രീറ്റിൽ 3 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ താമസിച്ചിരുന്നത്. 1ാമത്തെ നിലയിൽ അദ്ദേഹത്തിന്റെ അവാർഡുകൾ, ഫോട്ടോകൾ, സ്വകാര്യ വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയവും 2ാമത്തെ നിലയിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പുമുണ്ട്.
രാവിലെ 7 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന ഈ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. മ്യൂസിയത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുമതിയില്ലാത്തതിനാൽ കൂടുതലൊന്നും ചിത്രീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഹൗസ് ഓഫ് കലാം കണ്ടതിന് ശേഷം ഞാൻ തിരികെ ഹോട്ടലിലെത്തി. ഒരു വളരെ ചെറിയ ട്രിപ്പായതിനാലും തിരിച്ചു മധുരയ്ക്കുള്ള ട്രെയിൻ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളതിനാലും 3:30 റൂം ചെക്കൗട്ട് ചെയ്ത് ഞാൻ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. പുതിയ സ്റ്റേഷന്റെ പണികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ കാണുന്നതാണ് രാമേശ്വരം TV ടവർ. 1995 നിർമ്മാണം പൂർത്തീകരിച്ച 323 മീറ്റർ ഉയരമുള്ള ദൂരദർശന്റെ ഈ ടെലിവിഷൻ സംപ്രേഷണ ടവർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതികളിൽ 2ാം സ്ഥാനക്കാരനാണ്. വൈകിട്ട് 4:30 രാമേശ്വരത്തും പുറപ്പെട്ട് മധുരൈ വഴി തിരുപ്പതി വരെ പോകുന്ന ട്രെയിൻ നമ്പർ 16780 രാമേശ്വരം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിനിലാണ് ഇനി എന്റെ യാത്ര. IRCTC വെബ്സൈറ്റ് വഴി എല്ലാ ചാർജും ഉൾപ്പെടെ 173 രൂപ നൽകി സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ട ട്രെയിൻ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പാമ്പൻ പാലത്തിന് സമീപമെത്തി. രാമേശ്വരത്തേക്ക് വരുന്ന വഴി പുതിയ പാലത്തു നിന്നും പഴയ പാമ്പൻ പാലവും റോഡ് പാലവും കണ്ടതിനാൽ പുതിയ പാലത്തിന്റെ മറുവശം കൂടി കാണാമെന്ന് കരുതി.
അങ്ങനെ കൃത്യസമയത്ത് രാത്രി 7:20 ട്രെയിൻ മധുരൈ സ്റ്റേഷനിൽ എത്തിയതിനോടൊപ്പം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മധുരയിലൂടെയുള്ള എൻ്റെ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.